കൊച്ച് 3rd day തുടങ്ങി ഫോൺ ചോദിക്കില്ല. ഐ ക്യാൻ ഗ്യാരണ്ടി ദാറ്റ്. എനിക്ക് എല്ലാ പേഷ്യൻസും അങ്ങനെ അപ്പം പേഷ്യൻസ് പറയും ഈ ഡോക്ടർ എന്താ പറയണ്ടത്, ഇത് ഭയങ്കര അഡിക്റ്റഡ് കൊച്ചാണ്, അപ്പോൾ ഇതൊന്നും നടക്കില്ല എന്നുള്ള രീതിയിൽ അവർ എന്നെ നോക്കിയിട്ട് പോകും. പക്ഷെ നെക്സ്റ്റ് ടൈം വരുമ്പോൾ പറയും മാഡം ആൾക്ക് ഫോൺ അവിടെ ഇരുന്നാൽ അത് വേണ്ട, അതിന് പോലും നോക്കുപോലും ഇല്ല. അതൊക്കെ പണ്ട് കാലങ്ങളിൽ ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില കാര്യങ്ങളായിരുന്നു ഇതൊക്കെ. നടക്കരുത്, ഇരിക്കരുത്. ഈ കോക്കോ മെലണും പിന്നെ മാഷ ആൻഡ് ദ ബിയർ, ഈ രണ്ട് is the most worst thing you can do to a child. സൂപ്പർ മാർക്കറ്റ് ലുലുവിൽ പോയി ഇതിപ്പോ തന്നെ വേണമെന്ന് പറയുമ്പോൾ അത് ചെയ്യുമ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോകാതിരിക്കുക. അല്ലല്ല അങ്ങനെയല്ല, സൂപ്പർ മാർക്കറ്റിൽ ഡോക്ടറുടെ കാര്യങ്ങൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളതാണ് ഇപ്പം അല്ലേ. ഹൈപ്പർ ആക്റ്റീവ്നെസ് ഐ തിങ്ക് ഇറ്റ്സ് ഓൾ അറൗണ്ട്. സോ വാട്ട് ആർ ദ മേജർ ഫ്യൂ ടിപ്സ് വിച്ച് യു എല്ലാവരോടും പറഞ്ഞു കൊടുക്കാനുള്ളതെന്ന്? ഇപ്പം നമ്മൾ എല്ലാ കുട്ടികളും പറഞ്ഞ മാതിരി ഈ ഹൈപ്പർ ആക്ടിവിറ്റി, ചിലവർക്ക് സ്പീച്ച് പ്രോബ്ലം. ഹൈപ്പർ ആക്ടിവിറ്റി സ്പെസിഫിക് ആയിട്ട് എന്താണ് ഡോക്ടർ പറയുന്നത്? ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നോർമൽ കുട്ടികൾക്ക് ഓരോ ഏജിൽ ഇത്ര ആക്ടിവിറ്റി നമുക്കറിയാം. പിന്നെ 4 വയസ്സൊക്കെ ആയ കുട്ടികൾ കുറച്ചൊരു ഹൈപ്പർ തന്നെ ആയിരിക്കും. അപ്പം അതിൽ നിന്ന് എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്? നമ്മൾ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുമ്പം നമ്മൾ ആ നോർമൽ ഏജിലുള്ള ആക്ടിവിറ്റീനേക്കാളും കൂടുതൽ കുട്ടി ഇപ്പം 2 വയസ്സുള്ള കുട്ടി ഒരിക്കലും അടങ്ങിയിരിക്കണില്ല, മേലൊക്കെ കയറുന്നുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ഹൈപ്പർ ആക്ടിവിറ്റി. പക്ഷെ അത് കുഴപ്പമില്ല, എന്നാലും കുറച്ച് നമുക്കത് മനസ്സിലാവും, കുറച്ചും കൂടി ഡേഞ്ചറസ് ആയിട്ട് പോകുന്നത്. അപ്പം പിന്നെ റിസ്ക് ടേക്കിംഗ് എല്ലാത്തിലും അതിൻ്റെ മേലെ പിടിച്ചു കയറി ഒരു പേടിയില്ല, അങ്ങനെയൊക്കെ അത് ഹൈപ്പർ ആക്ടിവിറ്റിയിൽ വരും. ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കുന്നില്ല, എന്തെങ്കിലും ഒപ്പിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും തന്നെ ഹീ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് വൺ, ഹി ഗോസ് ടു വൺ ടോയ് ദെൻ ദ അതർ ടോയ്, അങ്ങനെ ആളിരിക്കുന്നേ ഇല്ല. ലൈക്ക് യു നോ ഹി ഈസ് ഓൾവേസ് ഓൺ ദ മൂവ്. ദാറ്റ് ഈസ് വൺ പാർട്ട്. പിന്നെ ഭയങ്കര കെയർലെസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം, അത് ഹൈപ്പർ ആക്ടിവിറ്റീൻ്റെ ഒരു ഇതാണ്. പിന്നെ കെയർലെസ്നെസ് എന്ന് പറഞ്ഞത് ഈ അറ്റൻഷൻ ഡെഫിസിറ്റും കൂടെ ചേർന്നിട്ടുള്ളതാണ് പറയുന്നത്, അതിൻ്റെയാണ് അത് ഡിഫറെൻറ്റ് എൻറ്റിറ്റിയാണ് അത്. അറ്റൻഷൻ ഡെഫിസിറ്റും കൂടി ഉണ്ടെങ്കിൽ കുറേ കാര്യത്തിൽ കെയർലെസ് ആയിരിക്കും. ഈവൻ ഈ ADHD എന്ന് നമ്മൾ പറയുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. പക്ഷേ ഇതിലെല്ലാം നമ്മൾ 2 സിറ്റുവേഷൻസിൽ ഉണ്ടാവണം. ഇറ്റ് ഷുഡ് ബി ദെയർ ബിഫോർ 7 years ആൻഡ് ഇറ്റ് ഷുഡ് ബി ദെയർ ഫോർ 6 months. ഈ 6 months തുടർച്ചയായിട്ട് ഉണ്ടായാലാണ് നമ്മൾ ഇതിനെ ഒരു ലേബിൾ ആസ് ADHD ആക്കുന്നെന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി പ്രസൻറ്റ് ഇൻ 2 situations. ഇപ്പോൾ ഹോമിലുണ്ടാവാം, പിന്നെ സ്കൂളിലും, അല്ലെങ്കിൽ ഹോമിലും സോഷ്യൽ സിറ്റുവേഷൻസിൽ എവിടെയെങ്കിലും പോകുമ്പോൾ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ മാത്രമാണ്, വീട്ടിൽ മാത്രമാണ്, സ്കൂളിൽ നല്ല കുട്ടിയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ADHD. സോ ദർ ഷുഡ് ബി സംതിങ് ഇൻ ദ ഹോം വിച്ച് ഈസ് അപ്സെറ്റിംഗ്, അല്ലെങ്കിൽ സീക്കിംഗ് അറ്റൻഷൻ ആയിരിക്കാം. പേരൻസ് ചിലപ്പോൾ ഒന്നും പറയില്ല, അത് കാരണം പേടിയില്ല, അങ്ങനെ ആയിരിക്കാം. പക്ഷേ സ്കൂളിൽ നല്ല അച്ചടക്കമാണ്, അപ്പം ദാറ്റ് ഈസ് നോട്ട് ADHD. സോ പേരൻസ് വന്നിട്ട് പറയാം ഇത് നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ സ്കൂളിൽ നോക്കുമ്പോൾ നല്ല കുട്ടിയാണ്. അപ്പോൾ ദർ ഈസ് സംതിങ് റോങ് വിത്ത് ദ ഹൗ ദേ മാനേജ് ദ ചൈൽഡ്. അപ്പോൾ അതാണ് നമ്മൾ അഡ്വൈസ് ചെയ്യേണ്ടത് അവിടെ. സോ ഇറ്റ്സ് നോട്ട് പാരന്റിങ്ങിന് നമ്മൾ അഡ്വൈസ് ചെയ്യണം. ഈ പറഞ്ഞ സിനാരിയോ അല്ലെ, ഗ്രാൻഡ് പേരൻസ് ഉള്ളത് ഇതിൽ ആ കുട്ടികൾ ആയിരിക്കുമല്ലോ ഈ ഒരു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിനുള്ള റെസ്പോൺസ് ഉണ്ട്. ഇപ്പം നമ്മൾ പണിഷ് ചെയ്യുക, ഇപ്പം ഫോർ എക്സാമ്പിൾ പേരൻസ് പണിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു, അപ്പോൾ പോയി ഗ്രാൻഡ് പേരൻസ് അതിനെ എടുത്തിട്ട് പുന്നാരിക്കാൻ തുടങ്ങും. അപ്പോൾ അത് ശരിയാവില്ല. സോ ദ ചൈൽഡ് ഡസ് നോട്ട് ഗെറ്റ് ദ പ്രോപ്പർ എന്താണ് ശരിയെന്നറിയില്ല. അപ്പം കൊച്ചു വിചാരിക്കും ഗ്രാൻഡ് പേരൻസ് വന്ന് ഓക്കെ പറഞ്ഞു, സാരമില്ല, പേരൻസിനോട് പിന്നെ ചീത്ത പറയും, അല്ലെ എന്തിനാ നീ ഇങ്ങനെ കരയിപ്പിക്കുന്നത്. അപ്പൊ അതെല്ലാം വരുമ്പം so there should be consistency. ഒരാൾ പറയണം, ഇപ്പം മദർ പറയുകയാണ് എന്താ അത് ഫാദർ അതിൻ്റെ ഓപ്പോസിറ്റ് പറയുകയാണെങ്കിൽ അത് പറ്റില്ല. സോ ദർ ഈസ് ഇൻകൺസിസ്റ്റൻസി ബിറ്റ്വീൻ ദ റെസ്പോൺസ്. അങ്ങനെയാണെങ്കിൽ കൊച്ചു മുതലെടുക്കും. അതെന്ന് വെച്ചാൽ പിള്ളേർ ഭയങ്കര സ്മാർട്ടാണ്, എത്ര ചെറുതായാലും ദേ ആർ വെരി വെരി സ്മാർട്ട് ആൻഡ് ദേ ക്യാൻ എക്സ്പ്ലോയിറ്റ് യു. Okay. And one more thing which parents, especially fathers, do is ഇത് ചെയ്യല്ലേ പിന്നെ അമ്മ വന്ന വഴക്ക് പറയും.
The culprit is always a mother. So the children will have a feeling that father is a nice person, mother will always scold me. That's always a set pattern. ഇത് പറഞ്ഞപ്പോഴാണ് സ്ക്രീൻ ടൈം. Ideally, a child below 2 years should not be exposed to Any screen time, screen, no like screen. mobile, any device which is held in the hand. പക്ഷെ ഇപ്പം നമ്മൾ ഒരു 6-7 മാസം തൊട്ടുള്ള ബേബീസിനെ കൊടുക്കാനും 1 വയസ്സുള്ള ആള് ചോറൊക്കെ കഴിക്കാനും ഒക്കെ ഈ മൊബൈൽ കാണിച്ചാണ്. What about the TV? TV, everything, any screen, any screen. Less than 2-year child should not Less be than shown. 3. But what about movie theaters? High sound. That once in a while only. Once in a while, yeah. But then this is like continuous. Yes. From This is 2 to 5 continuous. years, what they tell is you can show at least till only 1 hour. പക്ഷെ 1 hour But no, that's too much. 1 hour, I wouldn't recommend. Only half an hour should be the time. Yeah, and children stop. 1/2 മണിക്കൂർ കൊണ്ട് നിർത്തുന്ന കുട്ടികളെ the problem here is when you give once, they will not give you back. And then comes the tantrums. ആ tantrums വരുമ്പോൾ പിന്നെയും കുറച്ചും കൂടി കൊടുക്കും. അപ്പോൾ ഈ ഒരു സൈക്കിളിൽ അങ്ങ് നമ്മൾ സ്റ്റക്ക് ആവും. അപ്പോൾ പേരൻസ് ആർ ബൗണ്ട് ടു ഗിവ് ദാറ്റ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇതൊരു ബിഹേവിയറൽ പ്രോബ്ലം ആയിട്ട് മാറും. എനിക്ക് ഫോൺ തന്നില്ലെങ്കിൽ ടാൻട്രംസ് തുടങ്ങി. സോ ഇറ്റ് ബിക്കംസ് എ ബിഹേവിയറൽ പ്രോബ്ലം. ഐ സീൻ ലോട്ട് ഓഫ് കിഡ്സ് ഹൂ കം വിത്ത് ബിഹേവിയറൽ പ്രോബ്ലംസ് ബിക്കോസ് ഓഫ് ദിസ്. സോ ഇറ്റ് ഈസ് ഇഫ് യു ഡോണ്ട് ഗിവ്, ദ അതർ തിങ് ഈസ് ഇഫ് യു ഡോണ്ട് ഗിവ്, കൊടുക്കില്ല, നമ്മൾ 2 ദിവസം മാറ്റി വയ്ക്കുക, ഫുള്ളായിട്ട് മാറ്റി വയ്ക്കുക, ഒട്ടും കാണിക്കുക, കൊച്ചിനെ ഹാപ്പി ആയിട്ട് വയ്ക്കുക. പക്ഷേ നോട്ട് ദാറ്റ് യു റിമൂവ് ദ ഫോൺ ആൻഡ് കൊച്ചിനെ ഹാപ്പി ആയിട്ട് വെക്കണം. ഹാപ്പി ആയിട്ട് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോവുക, അതെല്ലാം ചെയ്ത് 2 days നമ്മൾ ഒട്ടും എക്സ്പോസ് ചെയ്യാതിരുന്ന കൊച്ച് 3rd day തുടങ്ങി ഫോൺ ചോദിക്കില്ല. ഐ ക്യാൻ ഗ്യാരണ്ടി ദാറ്റ്. എനിക്ക് എല്ലാ പേഷ്യൻസും അങ്ങനെ. അപ്പം പേഷ്യൻസ് പറയും, ഈ ഡോക്ടർ എന്താ പറയുന്നത്, ഇത് ഭയങ്കര അഡിക്റ്റഡ് കൊച്ചാണ്, അപ്പോൾ ഇതൊന്നും നടക്കില്ല എന്നുള്ള രീതിയിൽ അവർ എന്നെ നോക്കിയിട്ട് പോകും. പക്ഷേ നെക്സ്റ്റ് ടൈം വരുമ്പോൾ പറയും, മാഡം ആൾക്ക് ഫോൺ അവിടെ ഇരുന്നാൽ അത് വേണ്ട, അതിന് പോലും നോക്ക് പോലും ഇല്ല. അപ്പോൾ സോ ഐ നോ ദാറ്റ് ദിസ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. സോ വൺസ് യു അഡ്വൈസ് ദാറ്റ്, അവർ തന്നെ വിശ്വസിക്കുന്നില്ല ഇത് മാറ്റാൻ പറ്റുന്നു. സോ ദാറ്റ് ഈസ് ദ റീസൺ. ആൻഡ് ഇഫ് യു ടെൽ ദം ഇത് 2 days നിങ്ങൾ മാറ്റി വയ്ക്കുക, 2 days or 3 days മാക്സിമം, ആൻഡ് കുട്ടീനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കറങ്ങാൻ പോവാം ആൻഡ് മേക്ക് ഹിം ഹാപ്പി. ഹീ വിൽ നോട്ട് ആസ്ക് ഫോർ മൊബൈൽ ആഫ്റ്റർ ദാറ്റ്. One more thing, when ഈ കുട്ടികളിൽ ടാൻട്രം ഉള്ള ടൈമിൽ how should the parents react? Child is shouting, parents are shouting, then nobody. So whenever there is a tantrum, നമ്മൾ അത് എന്തുകൊണ്ടാണ് ടാൻട്രം ചെയ്യണമെന്ന് അറിയണം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇഫ് ഇറ്റ് ഈസ് ഫോർ സം സ്മോൾ തിങ്സ്, എന്നാലും നമ്മൾ അപ്പം തന്നെ ആ സാധനം കൊടുക്കാൻ പാടില്ല. യു ഷുഡ് സേ ദാറ്റ്, ഫോർ എക്സാമ്പിൾ, ഹീ ഈസ് ആസ്കിങ് ഫോർ സം ടോയ്, സോ യു ക്യാൻ സേ ദാറ്റ് വി വിൽ ബൈ ഇറ്റ്, ബട്ട് നമ്മൾ പിന്നെ ഒരു ദിവസം മേടിക്കാം. ഇപ്പം നമുക്ക് ഇഫ് യു ആർ ഇൻ എ സിറ്റുവേഷൻ, നമുക്ക് പോകാൻ പറ്റില്ല, അപ്പം പുറത്ത് ഭയങ്കര മഴയാണ്, അപ്പം നമ്മൾ പറയാം പുറത്ത് മഴയാണ്, മഴ മാറിയിട്ട് നമുക്ക് പിന്നത്തെ ദിവസം പോവാം. സോ ആ വെയിറ്റിംഗ് ടൈം നമ്മൾ എന്തായാലും പഠിപ്പിക്കണം കുട്ടികളെ. വെയിറ്റിംഗ് ടൈം പഠിപ്പിച്ചില്ലെങ്കിൽ, പേഷ്യൻസ് ഇല്ലെങ്കിൽ, വാട്ട് ഹാപ്പൻ, എല്ലാത്തിനും അവർ ഇപ്പം തന്നെ വേണമെന്ന് പറയും. ഇപ്പം തന്നെ വേണം, ഈസിയാ. സോ വെൻ ഹീസ് അറ്റ് അവർ ഹോം വി വിൽ ഗിവ്, നമ്മൾ കൊടുക്കും. പക്ഷേ പുറത്ത് പോയി ജീവിക്കേണ്ട ഒരു കുട്ടിയാണത്, അപ്പം അത് പറ്റില്ല. സോ സ്കൂളിൽ പോകുമ്പോൾ അവിടെ പോയിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് കളിക്കാൻ പോകുമ്പോൾ ഇത് എനിക്ക് വേണം, എനിക്ക് ഇപ്പം ബാറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. സോ ദോസ് തിങ്സ് ഹീ വിൽ നോട്ട് ലേൺ. ഇഫ് യു ഡൂ ദാറ്റ് അറ്റ് ഹോം, ഹീ വിൽ നോട്ട് ബി ഏബിൾ ടു ലിവ് ഔട്ട്സൈഡ്. Same thing when they go for supermarket. ലുലുവിൽ പോയി ഇത് ഇപ്പം തന്നെ വേണമെന്ന് പറയുമ്പോൾ അത് ചെയ്യുമ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോകാതിരിക്കാൻ. അല്ലല്ല, അങ്ങനെയല്ല, സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോകാതിരിക്കാനല്ല, അത് നമ്മൾ എന്ന കാര്യം ഞങ്ങൾക്കും ഭയങ്കര, അവിടെ പോയി കഴിഞ്ഞാൽ എക്സൈറ്റ്മെന്റ് അല്ലേ. അതെ തന്നെ. അപ്പൊ നമ്മൾ ആദ്യമേ പോകുന്നതിന് മുമ്പേ പറയാം, വാട്ട് എവർ യു വാണ്ട്, എന്താ വേണ്ടെന്ന് പറയാം, അത് നമ്മൾ മേടിച്ചു തരും. ഓക്കെ. പക്ഷെ അവിടെ പോയി എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയാൽ നമ്മൾ തിരിച്ചു വരും. അപ്പം നമ്മൾ ഈ ത്രെറ്റ് പറയുന്നത് അത് നമ്മൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും, അത് ചെയ്യാൻ പറ്റാത്തതായിരിക്കരുത്. അപ്പം നമ്മൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു വരണം. ഇത് അല്ല, നമ്മൾ ഷോപ്പിംഗ് വേസ്റ്റായി പോകുമെന്ന് വിചാരിച്ചിട്ട് നമ്മളവിടെ നിന്നിട്ട് കൊച്ചു എന്താ പറയണത് അത് ചെയ്തു കൊടുക്കാൻ പാടില്ല. നമ്മൾ 2 പ്രാവശ്യം ഇങ്ങനെ തിരിച്ചു വന്നാൽ 3rd time തുടങ്ങി ആള് നല്ല സ്വഭാവമായിരിക്കും. മേടിച്ചു കൊടുക്കുന്ന മേടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ഡോക്ടറോട് പണ്ട്, മൈ 3 daughters, മറിയം വാസ് സ്മോൾ, സോണിയ ആൻഡ് ആയിഷ, ഭക്ഷണം കൊടുത്താൽ അത് വേണ്ട ഇത് വേണ്ട. അപ്പോൾ ഇത് ഐ സീൻ, ആൻഡ് വി ഹാവ് വെരി നോർമൽ ഫുഡ്, അബ്സല്യൂട്ട്ലി നോ ജങ്ക് അറ്റ് ഹോം. ഇടയ്ക്ക് പുറത്തു പോയി കഴിക്കും.
ഞാൻ അത് കഴിഞ്ഞിട്ട് 1-2 ദിവസം ലിറ്ററലി ഐ മേഡ് ബെയർ മിനിമം ഫുഡ്. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ വരെ അവരൊരു ഭക്ഷണം വേണ്ടെന്നൊന്നും പറയില്ല. ഉള്ളത് എന്താ മേശപ്പുറത്ത് വെച്ചാൽ എല്ലാവരും കൂടെ കഴിച്ചു തന്നോളൂ. Absolutely. And I remember Sonia, when she was a baby, she drew on a wall. Okay, she drew on a wall. So Aisha was I think 1 year younger to her. I called her, talked to her. I was firm to the point, saying, don't draw on the walls. Sonia didn't draw, Aisha didn't draw, Mariam didn't draw. ഡോക്ടർ നീന അല്ല വേറെ സിനാറിയോ ഞാൻ പറയാം. ഇപ്പം നമ്മൾ കോവിഡ് ടൈമിൽ ഈ വർക്ക് ഫ്രം ഹോം ആയിരുന്നല്ലോ, പ്രത്യേകിച്ച് IT ഫീൽഡിൽ ഒരു ഓൾമോസ്റ്റ് 2 years ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള 2 പേരൻസും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ബേബിയേ ഉള്ളൂ. അപ്പോൾ ആ ബേബിയെ ഇവരെ എങ്ങനെയായാലും നാച്ചുറലി സ്ക്രീൻ കൊടുക്കും. കൊടുക്കാതിരിക്കാനും പറ്റില്ല, കാരണം അവർക്ക് ഇടയ്ക്ക് മീറ്റിംഗ് അത് അറ്റൻഡ് ചെയ്യണം, ഇത് അറ്റൻഡ് ചെയ്യണം. കുട്ടി കിടന്ന് കരഞ്ഞ് അവരെ നോക്കാൻ പാമ്പർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ട്. ഞാനും എക്സ്പീരിയൻസ് ചെയ്തതാണ് അത്. പക്ഷെ നമുക്ക് അവരെ തെറ്റെന്ന് പറയാൻ പറ്റില്ല, ബട്ട് ദേ ഷുഡ് ബി അവെയർ ഓഫ് തിങ്സ്. ഇങ്ങനെ ചെയ്താൽ എന്തായിരിക്കും. വൺസ് ദേ ആർ അവെയർ, ദേ വിൽ ഫൈൻഡ് സം വേ ഔട്ട് ടു മാനേജ് ദ ബേബി. മനസ്സിലായി? അവർക്ക് അറിയില്ല ഈ TV കൊടുത്താൽ പ്രശ്നമാണെന്നോ അല്ലെങ്കിൽ ഇതറിയില്ല. അറിയില്ല ഈ റൈംസ് പാടുക, റൈംസ്, ഈ കോക്കോ മെലനും അപ്പൊ ഇത് ഈ കോക്കോ മെലനും പിന്നെ മാഷ ആൻഡ് ദ ബിയർ, ഇത് രണ്ടുമാണ് എല്ലാവരും കണ്ടിട്ട് വരുന്നത്. ഞാൻ കേൾക്കാൻ തുടങ്ങിയതും കാണാൻ തുടങ്ങിയതും ഈ ആ കോവിഡ് ടൈമിൽ എൻ്റെ മോളും അവരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അവള് ഇത് കണ്ടാലോ ഫുഡ് കഴിക്കത്തില്ല. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോഴും ആ കോക്കോമൽ കേൾക്കുമ്പോൾ ആ സീന ഓർമ്മ വരുന്നത്. നമ്മുടെയൊക്കെ സമയത്ത് ഗ്രാൻഡ് പേരൻസ് രാത്രി ആനയും ഉറുമ്പും കഥയൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പം ഗ്രാൻഡ് പേരൻസ് തന്നെ ഈ ഭാഷന്റെ പേരൊക്കെ വെച്ചു കൊടുക്കും. അന്നേരം ഈ ഒരു വേർഡ് ഫോമിങ് ടൈമിലാണ് കുഞ്ഞ് അപ്പ അമ്മ എന്നൊക്കെ പറഞ്ഞ് വരുന്ന സമയത്താണ് ഈ മൊബൈലില് ഇതൊക്കെ കാണുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ ആയി പോകും. പിന്നെ അവരുടെ ഔട്ട്പുട്ട് സ്പീച്ച് ഔട്ട്പുട്ട് ഒക്കെ നിൽക്കും. അന്നേരം ചില പേരൻസ് എന്ന് പറയും, ഡോക്ടറെ ഇവൻ നല്ല രീതിയിൽ 1-2 വാക്കൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ഇപ്പൊ ഒന്നും പറയുന്നില്ല. അതൊരു റിഗ്രഷൻ വരുന്നുണ്ട്, സ്പീച്ച് റിഗ്രഷൻ. അത് ഭയങ്കര കോമൺ ആയിട്ടുണ്ട്. ഇപ്പൊ 5 times ആയിട്ടുണ്ട്. പണ്ടുണ്ടായിരുന്നതിലും 5 times. അപ്പോൾ അതിനെ നമ്മൾ വെർച്വൽ ഓട്ടിസം എന്നും പറയും. ബിക്കോസ് ഓട്ടിസത്തിൻ്റെ എല്ലാ സിംറ്റംസും കാണിക്കും, പക്ഷേ അത് ക്ലാസിക്കൽ ഓട്ടിസം അല്ല. ഈ സ്ക്രീൻ കണ്ടിട്ട് ആ ബ്രെയിനിൽ മൊത്തം അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല, അമ്മ അപ്പ എന്ന് പറയുന്നില്ല. പക്ഷേ 1 to 10, 1 to 100 ABCD മൊത്തം പറയുന്നുണ്ട്, A for ആപ്പിൾ പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. പക്ഷേ അമ്മ അപ്പ എന്ന് വിളിക്കുന്നില്ല. സോ ദിസ് ഈസ് കോൾഡ് വെർച്വൽ ഓട്ടിസം. ഈ എക്സസ് സ്ക്രീൻ കണ്ടിട്ട് പിന്നെ ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ സ്ക്രീൻ കാണുമ്പോൾ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സെൻസറി പ്രോബ്ലംസ് വരുന്നത് അതുകൊണ്ടാണ്. ഈ നമ്മൾ കഴിക്കുമ്പം നമ്മൾ കഴിക്കുന്ന ടേസ്റ്റ് അറിയണ്ടേ, അതില്ല. പിന്നെ അവർ കാണുന്ന എന്താണ് അതായിട്ടായിരിക്കും ആ ഫുഡ് റിലേറ്റ് ചെയ്യുന്നത്. പിന്നെ അത് കേൾക്കുന്ന മ്യൂസിക്സ് ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ്. അപ്പോൾ ചില സമയം നമുക്ക് പിള്ളേർ വന്ന് പറയാം, പേരൻസ് വന്ന് പറയാൻ, ഇത് നല്ലോണം കഴിച്ചിരുന്ന ഒരു ഫുഡാണ്, പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം സ്റ്റോപ്പ് ചെയ്തു. വൈ? ബിക്കോസ് ഹീ ഡസൻറ്റ് ഹാവ് ദാറ്റ് സ്റ്റിമുലസ്. ആ സ്റ്റിമുലസ് ഇല്ല, ആ പാട്ട് കേട്ടിട്ട് അതിനെ ആയിരിക്കും റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫുഡ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ കുറേ കേസസ് ഉണ്ട് നമുക്ക്. ഈ ഫുഡിനോടുള്ള ടെക്സ്ചറിനോടുള്ള സെൻസിറ്റിവിറ്റി, അല്ലെങ്കിൽ വേറെ കുറേ സെൻസറി ഇഷ്യൂസ്. ഇപ്പം ഈ TV കണ്ടുകൊണ്ട് വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ ഈ കൈ മൊത്തം ഫേസിൻ്റെ മുമ്പേ ഇങ്ങനെയാക്കും. അതെന്താണ്? കുട്ടിയുടെ മുമ്പിൽ എപ്പോഴും TVൻ്റെ മൂവ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ മൂവ്മെൻറ്റ്സ് വരാതിരിക്കുമ്പോൾ കൊച്ചിങ്ങനെ ഹി ഹിംസെൽഫ് ഡസ് സെൽഫ് സ്റ്റിമുലേറ്റിംഗ് ബിഹേവിയർ ആണത്. അപ്പം വിഷ്വൽ ഇതൊക്കെ ഓട്ടിസത്തിൻ്റെ സിംറ്റംസുമാണ്. അപ്പം ഇപ്പം നമ്മൾ ആ സിംറ്റംസ് എല്ലാം അതുകൊണ്ടാണ് കാണുന്നത്, ഈ സെൻസറി ഇഷ്യൂസ് വരുന്ന കാരണം. ഇതൊക്കെ ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ഈ കുട്ടിയെ ഒന്ന് വെളിയിൽ വൈകുന്നേരം കളിക്കാൻ വിടുക. ഞാനൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പം രാവിലെ പോകുമ്പം പാല് മേടിക്കാൻ പോകണം. പാല് മേടിച്ചിട്ട് തിരിച്ച് സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ. അതേ കണക്കിന് വൈകുന്നേരം വരുമ്പം ബാഗ് എറിഞ്ഞിട്ട് ഓടും കളിക്കാൻ. അപ്പുറത്ത് എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്. കറക്റ്റ് 6 മണിയാകുമ്പോഴേ അകത്ത് കയറത്തുള്ളൂ. അന്നേരം ഇങ്ങനെയുള്ള ഒരു എക്സസൈസ് കാരണം നമുക്കൊരു ഇമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്ത് വരുന്നു. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഇന്ന് മഴക്കാലത്ത് ഇന്ന് സ്കൂൾ തുറക്കുമ്പം പേരൻസിൻ്റെ കൺട്രോളിൽ നിന്ന് കുഞ്ഞു പോയി, ടീച്ചേഴ്സിനും റെസ്ട്രിക്ഷൻ ഉണ്ട് നോക്കാൻ വേണ്ടി. അന്നേരം
മുതിർന്നവരെക്കാളും കുഞ്ഞുങ്ങൾക്കാണ് പനി കൂടുതൽ. കാര്യം എന്താ, അവർ വളരെ ഇൻട്രാക്ട് ചെയ്യും, അടുത്തിടപഴകും, അന്നേരം ചുമയ്ക്കും, കഫ് ചെയ്യുമ്പം ടവൽ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് അത് കാരണമാണ് മഴക്കാലത്ത് മുതിർന്നവരെക്കാളും കുഞ്ഞുങ്ങൾക്ക് അസുഖം വരാൻ കൂടുതൽ. പിന്നെ ഈ പറഞ്ഞ കൊണ്ട് ഞാൻ വേറെ സ്കൂളിൽ പോകുമ്പോൾ ഇപ്പോഴും നമ്മൾ കോവിഡ് കാലത്ത് നമ്മൾ മാസ്ക് വെച്ചിടുന്നില്ലേ, ഐ അഡ്വൈസ് സ്റ്റിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ഈ വൈറൽ ഇൻഫെക്ഷൻസ് പിടിക്കാതിരിക്കുമ്പോൾ ദേ ക്യാൻ യൂസ് എ മാസ്ക്. അല്ല, മാസ്ക് ഇസ് ഓൾവേസ് അഡ്വൈസ്. നോ, വേറൊരു കാര്യം, ചെറിയൊരു റെസ്പിറേറ്ററി ചെറിയ കോൾഡോ ചുമയോ പനിയോ ഒക്കെ ഉണ്ടെങ്കിൽ സ്കൂളിൽ കുട്ടികളെ വിടാതിരിക്കുക. ദേ വിൽ സ്പ്രെഡ് ദി ഇൻഫെക്ഷൻസ്. If at all they want to go, they wear a mask and go. അല്ല, better not to send because they will spread the infection. If exam ഉണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അൺഅവോയ്ഡബിൾ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പാരസെറ്റമോൾ കൊടുത്ത് സ്കൂളിൽ വിടുകയാണ് കുട്ടികളെ. സ്കൂളിൽ പാരസെറ്റമോൾ കൊടുക്കാറുണ്ട്. അല്ല, അതുപോലെ ടീച്ചർ ഇതേപോലെ തിരിച്ചിങ്ങോട്ട് വിടാനുള്ള ടെൻഡൻസി കൂടിയിട്ടുണ്ട് ഇപ്പം. യു കാൻ ബ്ലെയിം ദം. പേരൻസിന് 2 കുട്ടികളെ നോക്കിയാൽ മതി, ടീച്ചേഴ്സിന് 40-50 കുട്ടികളെ നോക്കണം. അപ്പൊ യു കാൻ, ഞാൻ പറയുന്നത് primary, see, I always say primary responsibility is with the parents. ബാക്കി എല്ലാം സപ്പോർട്ട് സിസ്റ്റമാണ്. ആൻഡ് സി ലൈക്ക് ഡോക്ടർ പറഞ്ഞ പോലെ ഞാനും പണ്ട് ജോലി ചെയ്യുന്ന വർക്കിംഗ് അന്നും 10-18 മണിക്കൂർ ജോലി ചെയ്യുന്നതാണ്. And we were staying alone. അപ്പം ആ സമയത്ത് we try and convince the grandparents, we be nice to them, അല്ലേ, we make sure that we pamper them also because നമ്മുടെ പാരലൽ സപ്പോർട്ട് ഉണ്ടാവും. You have a person to take care of the child at home, you're very nice to them, അല്ലേ. all the efforts you have to, it's definitely not an easy job at all. I feel that ഇന്നത്തെ generation is really lucky. അല്ലേ, ഇപ്പോൾ സ്വിഗ്ഗി ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. ഞങ്ങൾക്കൊന്നും ഒന്നുമില്ല, സാധനങ്ങൾ ഒന്നുമില്ല, കടയിൽ തന്നെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ, അല്ലേ, ഡോക്ടർക്കൊക്കെ ഓർമ്മയില്ല. സോ വി ഹാവ് ടു ഡു എവറിത്തിങ്. അത് സന്തോഷമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഇത് ചെറിയ ഇതിൽ മുട്ടായി കിട്ടും, 5 പൈസയുടെ. അത് കിട്ടുമെന്നുള്ള ഇത് നാരങ്ങ മുട്ടായി, അത് കിട്ടുമെന്നുള്ളതായിരുന്നു. ആൻഡ് വൺ മോർ തിങ് ഐ വോണ്ട് ടു സേ ഈസ്, ഈ ഓവർ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതും ഈസ് നോട്ട് എ ഗുഡ് തിങ്. ദാറ്റ് ഇസ് എ തിങ്. അപ്പം അന്ന് ടോയ്സ് നിങ്ങൾക്കൊക്കെ വാങ്ങിച്ചപ്പോൾ ഞങ്ങൾ കയറിന് അധികം വാങ്ങിച്ചാന്ന് പറഞ്ഞ് ഇല്ല, ഞാൻ കുറച്ച് അവന് വെച്ചു, ബാക്കി ഞാൻ പറഞ്ഞു ഞങ്ങൾ അവിടെ ഞാൻ അതാണ് ഞാൻ കുറേ കാലമായിട്ട് ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചതാണ്. അപ്പൊ നോക്കും മറിയമ്മന്റെ മദറിൻലോ ഒക്കെ ഷോപ്പുണ്ട്, അവിടെ പോയപ്പോൾ ഐ ലവ് ദീസ് ടോയ്സ് ബിക്കോസ് ജനറലി നമ്മൾ ഈ വലിയ ഹൈപ്പർ മാർക്കറ്റ്സിലൊക്കെ പോയാൽ ഭയങ്കര ഈ ഒരു മാതിരി അമേരിക്കനൈസ് ടോയ്സ് ഒക്കെയാ. ഇത് ശരിക്കും ഞങ്ങൾ കുഞ്ഞിൽ കളിച്ച് കളറും ജനറലി ഇത് പസിൽസ് ഇടുക, അതാണ് ദോസ് ആർ ദ തിങ്സ് ഐ തിങ്ക് വിത്ത് സ്റ്റിമുലേറ്റ് ചിൽഡ്രൻ ഓൾസോ. Children enjoy playing more with what they do themselves. Absolutely. That is what I said. And this children's park in Ergonomics, it's such a beautiful park. There's not much at all. But I still remember ആ കുഞ്ഞിട്ട് ഇത് വണ്ടി, കുറേ എല്ലാ ടൈപ്പിലെ കുട്ടികൾ അല്ലേ, അവിടുത്തെ ട്രെയിൻ ഉണ്ടായിരുന്നു. സോ സി those still it is. But who goes there? I used to religiously take my children there എന്നുള്ളതാണ്. അല്ല, ബാക്കി എല്ലായിടത്തും പോകണം, വല്ലപ്പോഴൊക്കെ പോകണം. ബട്ട് ഐ തിങ്ക് ഡോക്ടർ പറഞ്ഞ പോലെ ആ റിയാലിറ്റിയുമായിട്ട് റിയാലിറ്റി ചെക്ക് അത് നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ നടത്തുക. ഇപ്പം ഞാൻ പറഞ്ഞ ഞങ്ങളുമൊക്കെ ട്രാവൽ ചെയ്ത് വരുമ്പോൾ ഞാൻ പണ്ട് അഹമ്മദാബാദിൽ പോയപ്പോൾ ഐ ഫെൽ സിക്ക് വിത്ത് ഫാൽസിപ്പാലും മലേറിയ ആൻഡ് ടൈഫസിൽ പോയതാണ് ബിക്കോസ് ഐ വാസ് നോട്ട് എക്സ്പോസ് ടു എനിത്തിങ് ഓൺ ദ ട്രെയിൻ. ഫസ്റ്റ് ടൈം ഐ എം ബീങ് എക്സ്പോസ്. അത് കഴിഞ്ഞപ്പോൾ ഐ ഡിസൈഡഡ് I will make my children not like I won't make them obsessed with anything. നോർമലായിട്ട് അവർ ജീവിക്കും. സോ ദേ ഈറ്റ് ഫ്രം വേറെ, അത്യാവശ്യം വൃത്തി നോക്കും, വെള്ളം ദേ ആർ ലിറ്റിൽ ബിറ്റ് കെയർഫുൾ. ബാക്കി അതർ ദാൻ ദാറ്റ് എവ്രിവെയർ ദേ പെർമിറ്റഡ്. ഇപ്പോൾ രാത്രി ട്രാവൽ ചെയ്ത് 11 മണിക്ക് വന്നാൽ അവർ കുളിക്കും, പ്രശ്നമൊന്നുമില്ല. തലയിൽ മുഴുവൻ എണ്ണ തേച്ച് രാത്രി കിടന്നുറങ്ങും. അപ്പോൾ ഇപ്പോൾ പലരും പറയും പറ്റില്ല എന്നൊക്കെ പറയും, അല്ലേ, എല്ലാം. സോ സി ഹൗ ഡസ് എ നോർമൽ പേഴ്സൺ ലിവ്, അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് ഗോഡ്സ് ബ്ലെസ്സിങ്സ്, വി ഹാവ് ഫെസിലിറ്റീസ്, ദാറ്റ്സ് വൈ വി ആർ ഓൾ ഫസ്റ്റ്. ഇല്ലാത്ത ആൾക്കാർ എന്താ ചെയ്യാൻ? സോ ദാറ്റ്സ് വാട്ട് ഐ സെഡ് ആസ് മച്ച് ആസ് പോസിബിൾ വെരി പ്രാക്ടിക്കൽ അപ്ബ്രിങ്ങിങ്. പഴയ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് കുട്ടികൾ വീഴാനുള്ള ആക്സിഡൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഡോക്ടർ അതും കൂടെ ഡോക്ടർ പറയും. സോ ഈ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾ വീണിട്ട് എന്തെങ്കിലും ചെറിയ ഇഞ്ചുറീസ് എല്ലാം കോമൺ ആണ്. പറഞ്ഞാൽ യൂഷ്വലി എൻ്റെ ഡോട്ടർ ഈ ഒരു എന്തെങ്കിലും ഒരു സ്ക്രാച്ചോ ഇല്ല എന്തെങ്കിലും ഒരു കളർ ചേഞ്ച് ആവാതെ ഒരു ദിവസം പോലും സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല. ഷീൽ ഓൾവേസ് ടെൽ ടുഡേ ഐ ഫെൽ ഡൗൺ there along with me 2 more people fell down and 3 more people fell down. We had lot of fun. So just they are children, let them enjoy. And വേറൊരു കാര്യം നോക്കേണ്ടത്, എന്തെങ്കിലും if they fall അപ്പോൾ
for 24 to 48 hours they may be having pain. Even after that അത് പെർസിസ്റ്റ് ചെയ്യുവാണെങ്കിൽ then that should be evaluated. ബിക്കോസ് ഈ അഡൾട്ട്സ് ആണെങ്കിൽ നമ്മൾ 2 പോസിബിലിറ്റീസേ ഉള്ളൂ, എല്ല് പൊട്ടിയിട്ടുണ്ട് പൊട്ടിയിട്ടില്ല. ബട്ട് ചിൽഡ്രൻ അങ്ങനെയല്ല, ബിക്കോസ് ഓൾ ദ ബോൺസ് ദർ വിൽ ബി മോർ എലാസ്റ്റിസിറ്റി. നമ്മൾ ആ ബോണിന് ഫിസിക്സിൽ നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ടാവുമല്ലോ, എലാസ്റ്റിസിറ്റി, ഡിഫോർമേഷൻ ഇതെല്ലാം. സോ കുറച്ചൊരു എലാസ്റ്റിസിറ്റി കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ ബോൺ കുറച്ചൊരു ബെൻഡാവാൻ ചാൻസ് ഉണ്ട്, ഇല്ല ഒരു സൈഡ് മാത്രം കുറച്ച് ചെറിയൊരു ക്രാക്ക് വരാൻ ചാൻസ് ഉണ്ട്, ഇല്ല കംപ്ലീറ്റ് ആയിട്ട് പൊട്ടാനും ചാൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ ട്രീറ്റ്മെൻറ്റും കുറച്ചും കൂടി പ്രാക്ടിക്കലാണ് കുട്ടികളിൽ. ബിക്കോസ് അഡൾട്ട് ആകുമ്പോൾ നമ്മൾ സർജറി എന്തായാലും വേണമെന്ന് പറഞ്ഞാലും കുട്ടികളിൽ ബിക്കോസ് ദേ ഹാവ് മോർ ഗ്രോയിങ് പൊട്ടൻഷ്യൽ, സോ മെജോറിറ്റി ഓഫ് ദ ഫ്രാക്ചേഴ്സ് നമുക്ക് സർജറി ഇല്ലാതെ തന്നെ പ്ലാസ്റ്റർ ഇട്ടിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ വൺ മോർ തിങ്, ഈ കുട്ടികളാകുമ്പോൾ ഇപ്പം മാത്രമല്ലാതെ വെൻ ദേ ബിക്കം അഡൾട്ട്സ് ലൈക്ക് 18 ഇയേഴ്സ് ആകുമ്പോൾ ആ ഡിഫോർമിറ്റി ഒന്നും വരുന്നില്ലല്ലോ, ആ ഒരു കാര്യം കൂടി നമുക്കൊന്ന് നോക്കേണ്ടി വരും. സോ വി ആർ നോട്ട് ഓൺലി ട്രീറ്റിംഗ് ദ ചൈൽഡ് നൗ, വി ആർ ഓൾസോ ട്രീറ്റിംഗ് ദെയർ ഫ്യൂച്ചർ. സോ ദാറ്റ് ഈസ് ഹൗ യൂഷ്വലി ഫോളോ അപ്പ് വേണം. പിന്നെ പേരൻസ് ഷുഡ് നോ എന്തെങ്കിലും ഒരു ഫ്രാക്ചർ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഫ്യൂച്ചർ എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാം ആക്ച്വലി പറഞ്ഞാൽ ഡോക്ടർ പറയാനുള്ള ആവശ്യമൊന്നുമില്ല. ഗ്രാൻഡ് മദേഴ്സ് ഓൺലി സേ അറ്റ് ഹോം ഇഫ് ദേ ഫോൾ ഡൗൺ ലൈക്ക് ദിസ് ദെൻ ഇൻ ദ ഫ്യൂച്ചർ ദാറ്റ് മേ ഹാപ്പൻ. സോ ഇതൊരു കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ആൻഡ് ജസ്റ്റ് ലെറ്റ് ദ ചിൽഡ്രൻ പ്ലേ, കൂടുതലൊന്നും റിസ്ട്രിക്റ്റ് ചെയ്യേണ്ട, ബട്ട് they should play carefully, so we have to observe them. പിന്നെ ഹെഡ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പേരൻസ് കണ്ടവാനും ബോധേഡായിട്ട് വരുന്നുണ്ട് ഒന്ന് വീണ് കഴിഞ്ഞാൽ. അപ്പോൾ അതിനെപ്പറ്റി ഡോക്ടർക്ക് ഹെഡ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾ വീഴുമ്പോൾ ചെറിയൊരു ബംപ് ഉണ്ട്, തലയിൽ ചെറിയൊരു മുഴ പോലെ വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ കൊണ്ടുവരാറുണ്ട്. ബട്ട് നമ്മളിപ്പോൾ ഹെഡ് ഇഞ്ചുറി സയൻസ് എന്ന് പറഞ്ഞാൽ കുട്ടി വീഴുമ്പോൾ എന്തെങ്കിലും ബോധം പോയോ, ഇല്ല ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഈ വോമിറ്റിംഗ് പോലെ എന്തെങ്കിലും വന്നോ, ഇല്ല നോസിലോ ചെവിയിലോ എന്തെങ്കിലും ചെറിയൊരു ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടോ, ഇതെല്ലാം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് റിക്വയർസ് എവാലുവേഷൻ. നമ്മൾ CT സ്കാൻ എടുക്കണം. അതർവൈസ് കൂടുതൽ CT സ്കാൻ ഒന്നും എടുക്കാതിരിക്കുക, ബിക്കോസ് ഇറ്റ്സ് ലോട്ട് ഓഫ് റേഡിയേഷൻ. ഒരു CT സ്കാൻ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ലൈക്ക് 30 to 40 എക്സ്റേസ് എടുക്കാൻ അത്ര റേഡിയേഷൻ ഉണ്ടാവും. സോ കുട്ടികളൊന്നും റേഡിയേഷൻ അത്ര എക്സ്പോസ് ചെയ്യേണ്ടതാണ് യൂഷ്വലി അഡ്വൈസ് ചെയ്യുന്നത്. സോ എന്തെങ്കിലും ഇങ്ങനത്തെ സയൻസ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ കൊണ്ടുവരണം, കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഇഫ് ദേ ആർ മോർ ആങ്ഷ്യസ് ഉണ്ടെങ്കിൽ ബെറ്റർ ടു ഗെറ്റ് ദ ചൈൽഡ് ടു ദ കാഷ്വാലിറ്റി, സോ ദാറ്റ് കുറച്ച് നേരം ഒബ്സർവ് ചെയ്തിട്ട് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ then we can always discharge the child. As a pediatric orthopedician, വേറെ നമ്മളിപ്പോൾ കാണുന്ന കുറേ ഒരു ഈ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരിക്കുക, പിന്നെ എല്ലാ കുട്ടികളും ഒരു പോസ്ചർ കറക്റ്റ് അല്ല. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പം നമുക്ക് കുറേ സ്കോലിയോസിസും അങ്ങനത്തെ കുറേ നെക്ക് പെയിൻ, ഹാൻഡിൽ അങ്ങനത്തെ ഒക്കെ പ്രോബ്ലം വരുന്നുണ്ട്. അപ്പം നമ്മളെ പേരൻസ് അത് എപ്പോഴും അറിഞ്ഞിരിക്കണമല്ലോ. അപ്പം അവർക്ക് വേണ്ടിയിട്ട് എന്താണ് അഡ്വൈസ് ഉള്ളത്? ഇത് ആക്ച്വലി ഇത് 2 പാർട്ടായിട്ട് നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റും. ഒന്ന് അഡ്വൈസ് ടു ദ പേരൻസ്, ദെൻ അതർ മീൻസ് അഡ്വൈസ് ടു ദ സ്കൂൾ മാനേജ്മെൻറ്റ്. ബിക്കോസ് ഇപ്പോഴത്തെ ഈ സ്കൂൾ പിള്ളേരുടെ ബാഗ് പൊക്കി കഴിഞ്ഞാൽ വി കനോട്ട് ലിഫ്റ്റ് ഇറ്റ്. ഒരു 20-25 kgs കൊണ്ടാണ് ഡെയിലി നടക്കുന്നത് കുട്ടികൾ. ജസ്റ്റ് ഒരു ഡ്രമാറ്റൈസേഷനാണ്, അത്ര ഉണ്ടാവില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ക്വൈറ്റ് ഹെവി. സോ വാട്ട് വി അഡ്വൈസ്, ദോ എല്ലാ സ്കൂളിലും പ്രാക്ടിക്കൽ അല്ല, സോ സ്കൂൾ വി ക്യാൻ അഡ്വൈസ് ദം ടു കീപ് മെജോറിറ്റി ഓഫ് ദ ബുക്സ് അറ്റ് സ്കൂൾ. അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ഹോം വർക്കോ ഇല്ല എന്തെങ്കിലും ഇഫ് ഇറ്റ് ഇസ് റിക്വയർഡ് ടു ബി റിവ്യൂഡ് അറ്റ് ഹോം, ആ ബുക്ക് മാത്രം വീട്ടിൽ കൊടുത്ത് വിട്ടാൽ മതി. അപ്പോൾ കുട്ടികളുടെ ബാക്ക് ഏക്കും നെക്ക് പെയിനും ഹാൻഡ് പെയിൻ ഇതെല്ലാം കുറയാൻ നല്ല ചാൻസ് ഉണ്ട്. ദെൻ ദ അതർ വൺ ഇസ് ടു ദ പേരൻസ്. സോ ഈ പാർട്ട് വി കോൾ ഇറ്റ് ആസ് എർഗോനോമിക്സ് എന്ന് പറഞ്ഞിട്ടാണ്. So if especially the parents are in IT field, it is helpful for both the parents as well as the child. ഇരിക്കുമ്പോൾ always when we are looking at a screen or looking at the book, try to avoid bending too much എന്നാണ് പറയുന്നത്. ഈ കുട്ടികളെല്ലാം any child will want to be comfortable അല്ലേ. സോ ഇരിക്കുമ്പോൾ our parents used to tell don't lie down and read when you're reading. The reason they used to give is nothing will go inside your head. But the more practical aspect if we are thinking means it is like a posture. For how long can the child lie down? അത് ഈ നെക്ക് പെയിനും ബാക്ക് പെയിൻ എല്ലാം കൂടാൻ ചാൻസ് ഉണ്ട്. സോ ഇരുന്നിട്ട് ദ ടേബിൾ ഷുഡ് ബി ഓൾമോസ്റ്റ് നമ്മൾ ബുക്ക് ഇത് നോക്കുമ്പോൾ നോട്ട് മോർ ദൻ ഒരു 30 degrees നെക്ക് ബെൻഡ് ആവാൻ പാടില്ല. സോ ഇഫ് ദ ബെൻഡ് മോർ ദെൻ ദർ വിൽ ബി മോർ സ്ട്രെസ് ടു ദ നെക്ക്. അങ്ങനെ ആകുമ്പോൾ നെക്ക് പെയിൻ കൂടാൻ ചാൻസ് ഉണ്ട്. And the other thing is don't compel your children to sit continuously for 3 to 4 hours to read. ഈ എക്സാം ടൈമിലായാലെങ്കിലും see I don't tell everybody are the same.
But I, even for my 10th or 12th, we used to continuously read for 1 hour, 1.5 hours means we get bored. Then whatever we read next won't go inside our head. No? So let them relax for some time. കുറച്ച് നടക്കട്ടെ, എവിടെയെങ്കിലും പോയി വെള്ളം കുടിച്ചോട്ടെ, ടി വി കാണാൻ വിടണ്ട, ബട്ട് ലെറ്റ് ദം റിലാക്സ് ഫോർ സം ടൈം. വീട്ടിൽ ഇരിക്കുമ്പോ അവർക്ക് പറ്റിയ ചെയറും ടേബിളും ടേബിൾ വേണം. അതന്നെ, ഇതിൽ 2 ടൈപ്പ് ടേബിൾസ് ആണ് പറയാറ്. ഒരു പ്ലസും പിന്നെ മൈനസും ഉണ്ടാവും. ഈ നമ്മൾ ഇരിക്കുമ്പോൾ ടേബിളിലും പിന്നെ ചെയറിൻ്റെ നടുവിൽ ഗ്യാപ്പ് കൂടുതൽ വരാൻ പാടില്ല. മീൻസ് വെൻ വി വർ സ്റ്റഡിങ് ഒരു ഡെസ്ക് ഉണ്ടാവും, ഒരു ബെഞ്ച് ഉണ്ടാവും. In between there will be a gap. Now that is not advised. So now ഇപ്പോൾ എല്ലാ സ്കൂളിലും it's like the chair goes inside the table so that they are comfortably sitting. The book will be in this level. They can read easily and not like straight or bench, and the teacher student that reaction is not there now. Now teacher will be speaking, children will be speaking, so it's like a more of a discussion in the school now. So everything is improving, hopefully for the good. പിന്നെ ഈ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വെച്ചിട്ട് കുറേ നമ്മൾ ഒരു 30 മിനിറ്റ്സ് കണ്ടിന്യൂസ് വാച്ച് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റ്സ് ഒരു ദൂരെ നോക്കുക, നമ്മുടെ ഐ സ്ട്രെയിൻസ് കുറയ്ക്കാൻ വേണ്ടി. So ഈ മൊബൈലിലൊക്കെ കുറേ ഈ PDF റീഡേഴ്സ് ഉണ്ടല്ലോ, അതിൽ ഇൻബിൽട്ട് ഉണ്ട്. ഇഫ് വൺസ് വി കണ്ടിന്യൂസ്ലി, ഇപ്പോൾ എല്ലാ ഈ നോവൽസും എല്ലാം വായിക്കുന്നത് മൊബൈലിലാണല്ലോ. സോ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 50 മിനിറ്റ്സ് കണ്ടിന്യൂസ്ലി സ്ക്രീൻ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ഷോ യു ആർ വാച്ചിങ് ദ സ്ക്രീൻ ഫോർ ലോങ് ടൈം, കൈൻഡ്ലി റിലാക്സ് ഫോർ അറ്റ്ലീസ്റ്റ് 30 seconds. So it will become blank for 30 seconds. So it is inbuilt now. So we just have to know that there are certain apps which can do that. Yeah, I have like two very important things to ask. Vitamin D, like how important do you think it is? Those drops, like right from childbirth, right? You start giving it. So is it that every parent knows about it, or is it something which is new or something? Most of them don't know about it. They will just give for 1 year and then stop. So the other thing is that we should be checking, because when we look at the children, everybody is vitamin D deficiently. So what we should, എല്ലാവരും പറയും ട്രോപ്പിക്സിൽ ഭയങ്കര വെയിലാണ്, അത് കാരണം ആർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവില്ല എന്നാണ് ഒരു ധാരണ. പക്ഷെ അങ്ങനെയല്ല. വി സി 80% ഓഫ് ദ ചിൽഡ്രൻ ആൻഡ് അഡൾട്ട്സ് ആർ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻറ്റ്. അപ്പം നമ്മൾ ആക്ച്വലി വൈറ്റമിൻ ഡി പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഓൾ ദ systems of the body. Because it regulates the calcium metabolism. The calcium metabolism, calcium channels, gates വെച്ചിട്ടാണ് എല്ലാ സെല്ലും നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇഫക്റ്റ് വിൽ ബി ദെയർ ഇൻ എവറി സെൽ. സോ പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് വൈറ്റമിൻ ഡിൻ്റെ ഇഫക്റ്റ് ഓൺലി ഓൺ ബോൺസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറേ റിസർച്ച് പേപ്പേഴ്സ് ഉണ്ട്. ഇറ്റ് എഫക്ട്സ് ദ ബ്രെയിൻ, ഡിപ്രഷൻ, സിസോഫ്രീനിയ, ഓട്ടിസം, ADHD, ഇതിലെല്ലാത്തിലും വൈറ്റമിൻ ഡിൻ്റെ ഒരു കൺട്രിബ്യൂഷൻ ഉണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് വൈറ്റമിൻ ഡി കോസസ് ദിസ്, ഡെഫിഷ്യൻസി കോസസ് ദിസ്, അങ്ങനെയല്ല. ബട്ട് ഇഫ് യു ആർ നോട്ട് കറക്റ്റിംഗ് ദ വൈറ്റമിൻ ഡി, വാട്ട് എവർ യു ആർ ടീച്ചിങ് ഓർ വാട്ട് എവർ യു ആർ ട്രൈങ് ടു കറക്റ്റ്, ദാറ്റ് മേ നോട്ട് ഗെറ്റ് കറക്റ്റഡ് ബിക്കോസ് അണ്ടർലൈങ് ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ വൈറ്റമിൻ ഡി നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര കുറവാണ്. പിന്നെ ചില ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഇപ്പോൾ ഓട്ടിസം എടുത്താൽ, ദേ മൈറ്റ് ഹാവ് ഗട്ട് ഇഷ്യൂസ്. അപ്പോൾ അവർക്ക് ഓറൽ ചിലപ്പം പറ്റില്ല, അവർക്ക് ചിലപ്പോൾ ഇഞ്ചെക്ഷൻ എടുക്കേണ്ടി വരും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കുറേ പേരിങ്ങനെ ഈ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മദർ ഹൂ ഈസ് pregnant, അതിന് വൈറ്റമിൻ ഡി എപ്പോഴും ചെക്ക് ചെയ്യണം. ബിക്കോസ് if the mother is deficient, they are going to give birth to a deficient child. And what we are giving as a vitamin D drops, it is a maintenance dose. ഓക്കെ. സോ ഇപ്പം ഒരു ഡെഫിഷ്യൻറ്റ് കുട്ടിക്ക് നമ്മൾ മെയിൻ്റനൻസ് ഡോസ് കൊടുത്താൽ ആ ലെവലിൽ മെയിൻറ്റെയിൻ ആവും, ബട്ട് ഇറ്റ് വിൽ നോട്ട് കറക്റ്റ് ദ ഡെഫിഷ്യൻസി. സോ കറക്ഷൻ ഓഫ് ഡെഫിഷ്യൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനാണ് ഈ ലോഡിങ് ഡോസസ് കൊടുക്കുന്നത്. നമ്മളിപ്പം സാഷെ കൊടുക്കും, അല്ലെങ്കിൽ 5 ml 60 kg ഡോസസ് കൊടുക്കും കുട്ടികൾക്ക്. അപ്പോൾ ആ കറക്ഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ മെയിൻ്റനൻസ് ഡോസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പ്രഗ്നൻസിയിലേ എടുക്കണം. പ്രഗ്നൻസിയിൽ മദറിന് എന്തായാലും ചെക്ക് ചെയ്യണം. ബിക്കോസ് നൗ ദർ ആർ ലോട്ട് ഓഫ് കേസസ് വെയർ ഈവൻ ദ റിസർച്ച് ഹാസ് ബീൻ ഡൺ വെയർ ദേ ആർ ഫൈൻഡിങ് ദാറ്റ് ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ്റെ മദേഴ്സ് വെയർ ഡെഫിഷ്യൻറ്റ് ഇൻ വൈറ്റമിൻ ഡി. സോ വി ഷുഡ് ഓൾസോ ഡൂ ദാറ്റ്. അപ്പം നമ്മളൊരു ഗൈനക് ഡിപ്പാർട്ട്മെൻറ്റ്, ഒബ്സ്റ്ററ്റിക് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് I think that will also, that education has to be there. One more thing, when we were small, all the grandparents used to tell,
രാവിലെ പുലർച്ചെ 5 മണി 6 മണിക്ക് പോയി വി ഹാവ് ടു ഷോ ദ സൺ ടു ദ ചിൽഡ്രൻ. ബട്ട് ഇപ്പോൾ പറയുന്നത് അങ്ങനെയല്ലല്ലോ, 11 to 3 ടൈമിലാണ് ഇപ്പോൾ ആ ഒരു വേവ് ലെങ്ത് കിട്ടുന്നത് പറയുന്നത്. 11 to 3 10 to 3 ടൈം നല്ല വെയിലുള്ള സമയം. 11 to 3 നമ്മൾ പറയും that is more dangerous because it has got all this cancer causing thing. അപ്പൊ നമ്മൾ പറയുന്ന okay, don't go for the sun and all, you just take because supplements ഇപ്പം നമ്മൾ വെറുതെ റുട്ടീനായിട്ട് ചെക്ക് ചെയ്യുമ്പം എല്ലാവർക്കും കുറവാണ്. ഈവൻ പേരൻസ് ആ സർപ്രൈസ്, എന്റെ കുട്ടി വെയിലത്ത് എത്ര മണിക്കൂർ കളിക്കുന്നത് എന്നിട്ടും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. അപ്പൊ ആ വെയിൽ അബ്സോർപ്ഷന്റെ പ്രശ്നമാണ്. നമ്മുടെ സ്കിന്നിൽ മെലനിൻ കൂടുതലാണ്. So our skin doesn't absorb, and so that is why tropical people also are vitamin D deficient. അത് ആർക്കും അറിയില്ല. നമ്മൾ ഇത്രയും വെയിലത്ത് കളിക്കുന്ന എൻ്റെ കുട്ടി പുറത്ത് നഖത്തേ വരില്ല, എന്നിട്ടും vitamin D deficient. So this is the reason why they are not getting that. Is it like the iron deficiency also during pregnancy causes something like this? No. Iron deficiency in pregnancy causes means that doesn't cause much because baby is a parasite to the mother. So that baby will sucks whatever it is there. Okay. But if you are very deficient, definitely the child is going to suffer. That is the thing. That is also there. ആ ഒരു ഇതില് എബി ഞാൻ ചോദിച്ചോട്ടെ, അപ്പോൾ അങ്ങനെ എല്ലാ ന്യൂ ബോണിലും നമ്മൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാൻ അങ്ങനെ ഇതുവരെ ഒരു ചെക്ക് ചെയ്യേണ്ട അൺലെസ് ദർ ആർ എനി റിസ്ക് ഫാക്ടേഴ്സ് ലൈക്ക് സീഷർ. എനിക്കൊരു മദർ ഉണ്ടായിരുന്നു, ഷീ വാസ് എ പ്രാക്ടീസിങ് നാച്ചുറോപ്പതി. ഷീ ഈസ് വർക്കിംഗ് ഇൻ IT ആൻഡ് ഷീ പ്രാക്ടീസസ് നാച്ചുറോപ്പതി. സോ ഷീ ഗോസ് ആൻഡ് വിൽ ചെക്ക് ഹർ സീറം കാൽഷ്യം ലെവൽ. എന്നിട്ട് പാല് കുടിക്കത്തില്ല, പഞ്ചസാര കഴിക്കത്തില്ല, അങ്ങനെയൊക്കെയായിരുന്നു. ഷീ യൂസ് ടു ഡു സൂര്യ നമസ്കാരം early morning, മോൾ ചെന്ന് ചെയ്യും. ആൻഡ് ഷീ ഡെലിവേർഡ് എ ബേബി ആൻഡ് ബേബി അറ്റ് 1 month got seizures because the mother was highly vitamin D deficient and baby had vitamin D deficient seizures. എന്നിട്ട് baby got admitted in our ICU. Baby we followed up and we gave loading dose of calcium and follow up in വരാൻ പറഞ്ഞിട്ട് mother has not turned till now. So that it's all very danger. But doesn't the mother know ideally working now it's dangerous to get it correct? No, naturopathy is something different. No, naturopathy ആയാലും കോംപ്ലിക്കേഷൻ വന്നപ്പോൾ NICU-ലേക്ക് വന്നില്ലേ? Father will have to ask the mother. That's the only solution. Hello, see that's what maybe they don't know the intensity of the problem which is going to it's sort of because vitamin D irreversible. causes delayed teeth formation. ചില കുഞ്ഞുങ്ങൾ 1 വയസ്സ് കഴിഞ്ഞിട്ട് പല്ലൊന്നും വന്നില്ല എന്ന് പറയും. And they have hair problem in hair, problem on the skin, problems in the bone. So vitamin D is very essential for newborn. So many other things also. Children, parents, they have to look for certain signs and പറയുന്നത്. ഈ vitamin D deficiency ഉണ്ടെങ്കിൽ the children, as doctor told, the teeth വരാൻ കുറച്ച് ലേറ്റ് ആവും. And the face we call frontal bossing. So തലയിൽ കുറച്ചൊരു ബംപ് പോലെ ബോക്സ് പോലെ ഉണ്ടാവും. ആൻഡ് ദെൻ ദേ വിൽ ബി ഹാവിങ് ബ്രോഡൻഡ് റിസ്റ്റ്, പറഞ്ഞാൽ റിസ്റ്റിൻ്റെ സൈസ് കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ദെൻ ദർ വിൽ ബി നോക്ക് നീ ഓർ ബോയിങ്. സോ ഈ ബോയിങ് ഓർ നോക്ക് നീ ഡിപ്പെൻഡിങ് ഓൺ ദ ഏജ്. ചെറിയ കുട്ടികളാണെങ്കിൽ കുറച്ച് ബോയിങ് ഉണ്ടാവും. പിന്നെ വലിയ കുട്ടികളാണെങ്കിൽ ഒരു 3 or 4 years ആണെങ്കിൽ ദ ചിൽഡ്രൻ ബി ഹാവിങ് നോക്ക് നീ, പറഞ്ഞാൽ ബോത്ത് ദ നീസ് അറ്റാച്ച് ആയ പോലെ ഉണ്ടാവും. സോ നടക്കുമ്പോൾ മെയിൻലി പേരൻസ് പറഞ്ഞത് കുട്ടികളിങ്ങനെ ഓടാൻ നോക്കുമ്പോൾ 2 കാലും തട്ടിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഴാറുണ്ട് എന്നാണ്. പിന്നെ ഈ റിക്കറ്റി റോസറി എന്ന് പറഞ്ഞാൽ അത് ലേറ്റ് സ്റ്റേജിൽ വരുന്നത്. ലേറ്റ് സ്റ്റേജിൽ റിക്കറ്റിക് റോസറി എന്ന് പറഞ്ഞാൽ ഒരു ബീഡ്സ് പോലെ, ഈ ചെസ്റ്റിലെല്ലാം ബീഡ്സ് പോലെ ഈ റിബ്സ് എല്ലാം കുറച്ച് കൂടുതൽ ഇങ്ങനെ വലുപ്പം കൂടിയിട്ട് ഒരു ബീഡ്സ് പോലെ തോന്നും. അത് പക്ഷെ അത് ഇവിടെ അധികം കോമൺ ഒന്നും അല്ലല്ലോ. ഇല്ല റിക്കറ്റിക് റോസറി ഇവിടെ അത്ര മെയിൻലി കുട്ടികളെ അറ്റൻഷൻ ഉണ്ടോ ഇവിടെ? ഈ എന്തെങ്കിലും ഒരു സൈൻസ് ഔട്ട് ഓഫ് ദ വേ കണ്ടു കഴിഞ്ഞാൽ അവർ ഇമ്മീഡിയറ്റ് കുട്ടികൾ നല്ല ഒബീസ് കുട്ടികൾക്കൊക്കെ ഇഷ്ടം പോലെ മൈക്രോന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് ഉണ്ട്. മോസ്റ്റ് ഓഫ് ദ പാരന്റ്സ് ചബ്ബി ചൈൽഡ് healthy child എന്നുള്ള ഒരു ഇക്വേഷനെ ശരിയല്ല. grandparents think that chubby child is a that is because the type of food they are eating, ല്ലേ? That is the problem. Junk food വരുമ്പോഴാണ് ഇവർ chubby ആവുന്നത്. Junk food എന്ന് പറയുമ്പോൾ shawarma, that is one of the most common news which we see. Better not to give those things to the children. Every other day we get the news that somebody is fallen sick eating shawarma, hospital പോയി.
ഈ ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ HFSS എന്ന് പറയുന്നത് ഹൈ ഫാറ്റ്, ഹൈ ഷുഗർ, ഹൈ സോൾട്ട്, വാട്ട് എവർ, ഈവൻ ഇഫ് യു മേക്ക് ഇറ്റ് ഹോം That is junk, yeah. പുറത്തുനിന്ന് മേടിക്കുന്നത് മാത്രമല്ല ഇത് കുറേ ഉപ്പൊക്കെ ഇടുമ്പോഴാ കുറേ ഷുഗർ, സോൾട്ട്, fat. ഫാറ്റ് എല്ലാം വീട്ടിലെല്ലാം. അങ്ങനെ ചെയ്യില്ലല്ലോ. വി ഓൾ ജനറലി എവറിബഡി സോർട്ട് ഓഫ് ഫോളോസ് a very healthy this thing. Just one more thing. നമ്മളിപ്പോൾ പറയുന്നത് കുട്ടികൾ TV ആണെന്ന്, മോണിറ്റർ ആണെന്ന്, ഫോൺ സ്ക്രീൻ ടൈം, ഫുഡ് കഴിക്കുമ്പോൾ. വാട്ട് അബൌട്ട് പേരൻസ്? പേരൻസും പേരൻസിനെ കണ്ടല്ലേ കുട്ടികൾ വളരുന്നത്. Absolutely, that is what I am saying. അല്ലേ, every parent is also watching either a mobile phone or a TV or a laptop. Then how can we complain? We should be the role model first. Absolutely, that is what I said. That is what I wanted to say. So I think that half an hour family time, eating together, speaking, right? Even fighting together, that is all development, no? I think that is what we should do. And it was Even though we are so much sophisticated, the old practices are very. Absolutely, that is what I said. For example, in US they practice bottle feeding. ജനിച്ച കുഞ്ഞുങ്ങൾക്കൊക്കെ they used to give bottle feed, but now they are going back to breast milk. Absolutely, that is what I said. I said ആ പഴയ ആ ഒരു സിസ്റ്റത്തിൽ ബേബി സൂത്തേഴ്സ് ചിലർ യൂസ് ചെയ്തിട്ട് വരും, ഈ വായിൽ ഫിറ്റ് ചെയ്തിട്ട് വരും. വാട്ട്സ് യുവർ ഒപ്പീനിയൻ ദാറ്റ്? it should not be done. Should not be done. Absolutely. Because you are putting, all the expressions. You're suffocating the expression of the baby. So it's, but it is a big practice there in Western countries. And the baby, you feel really sad. The baby is having this pacifier, and he's put in the pram, and this baby with the pacifier, and he can't even laugh or he can't even express his. Even he can't cry also. He can't cry also. Yeah. And one more thing I've seen is once the baby starts crying, the parents put their fingers inside the baby's mouth. That is Seriously. Yeah, maybe there I have seen. Anna, oh, but that's all very unhygienic and dangerous and all that. And I think before we stop, I think the most important thing, let's think of children. How important is breastfeeding? And everybody knows the importance, but I think the common fact now is breast milk is very less. I think that's what everybody complains about. I again want to, I think we are all mothers. I have had 3 babies, and touched wood, by God's grace, I never had a problem of that. Now my 2 daughters have had children. That also, I think with all of your blessings and prayers, they also have. I'm not saying people don't have, certain mothers don't have a problem, but I'm just very concerned about the rise in those complaints. And babies are automatically put into bottle feed and all that. So I think if you all could give us a very healthy, I think that will be one of the biggest gift and advice that you could give to all the, especially the young mothers. So first of all, in the breastfeeding, we have to encourage breastfeeding from the half an hour, just after half an hour, baby should be put to the breast. But that is not, I don't know how much it is happening. And the other thing is that the posture why it is not happening, that's what I'm saying. So one is anxiety. One of the thing is that they don't know how to position the child to the breast. So if the positioning of the child is not okay, the baby is not going to latch on the breast, and that causes anxiety to the mother. And the moment the anxiety is there, your breast milk is not going to come. So that is one thing. So correct posture without any anxiety, mother should be really relaxed. And if you are, if the mother can put her feet on some small stool so that she's really relaxed, the posture, and how the baby is held. So all these things should be very. Then the other thing is that in olden times, they used to say that your tummy will be very protruded if you drink too much water, and they don't give water. So that is one thing. You cannot dehydrate the mother. So the mother should drink water and fluids, whatever. So that also one causes dehydration. The breast milk is. Second is that let down reflex which happens when the baby sucks the breast. Then only the milk will start coming down. So, and it also secretes prolactin,
and that causes milk production. So milk production and milk letdown both happens when the baby is sucking. So if the mother has some pain, for example cracked nipples or anything, the mother will get anxious, or because of the pain she will not have that reflex, so the baby is not properly sucking. And latching is very important. If the proper latching is not there, the mother will get pain due to when she is breastfeeding, because the latching means you have to the baby has to take inside the nipple as well as the black area around the nipple. So if that is not happening, the mother will get pain. So it is called nipple sucking, not the breast Not sucking. proper breast sucking. Yeah. So nipple sucking will cause pain, and that will again reduce No, the but breast what milk. I'm saying is it's a mother, no? So that natural instinct will be there, right? So you don't have to be, that's what, you don't have to be taught but about it. nowadays, we are having nuclear families. They don't see many mothers feeding the children. Actually, that feeding practice, training should be started in the antenatal period itself. Yeah. So what we do is we give antenatal counseling. Like when the probable mother comes to the gynecologist, she itself counsels her. Yeah, that is mother. that is what Then should they be will, done. Specifically look for the breast, Retracted the nipple. nipples. And if any problems are there, they will start correcting beforehand itself. And we, and most hospitals, like we have a lactational counselor who put the baby on the mother's Breast. abdomen and then start giving her positive energy, because most of the mothers now, they are all 30, 35 plus, so they are very much not that much confident. So if there is a sister or a labor room nurse, we have a very good nurse in our hospital labor room, she itself starts counseling the mother, pattum continue angane you can start, because this first 1 to 2-3 days there may not be any milk. Suppose if the baby is sucking well, then milk will come automatically in the next 3-4 days. So that is a ടെൻഷനാണ് cholesterol, ഏറ്റവും no? പ്രയാസം. ഇല്ല എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴാണ് നമ്മുടെ Absolutely. അതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ ഇല്ല എന്നുള്ളൊരു ഇത് വരരുത്. ഞാനതാ പറഞ്ഞത്, അതൊരു മെന്റലി നമ്മൾ ആ പ്രിപ്പയർ ചെയ്തിട്ട്, ബിക്കോസ് ഈവൻ ആ കൊളസ്ട്രോൾ ആൻഡ് ഓൾ ഇസ് ലൈക്ക് That is the first vaccine. first vaccine. It's like the most beautiful thing a mother can give the child. So I think that importance everybody has to know, and it's definitely not going to be easy. The process is not going to, you'll have pain, you'll have new challenges, you'll have things, but I think that is one of the most beautiful experience for any woman to Then feed the looking child. back, she can say confidently that the baby is healthy, baby is not having respiratory infection, Absolutely. no diarrhea, and for the mother, for her health and all, it's too important. Even their abdomen Even the reduces, uterus also size goes down. In this same topic, what about the food fats? Some items should not be given to the mother immediately after delivery. That's what the people say. nothing Old much. people. Nothing So like that that. needs to be like conveyed. you said, no water. Yeah. You should not walk around. And some certain foods. See, അതൊക്കെ പണ്ട് കാലങ്ങളിൽ ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില കാര്യങ്ങളായിരുന്നു ഇതൊക്കെ. നടക്കരുത്, ഇരിക്കരുത്. ശരി, ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് ഇപ്പം നമ്മളുടെ ഇവിടെ പിന്നെ ഈ എണ്ണ തേച്ച് കുളി അതൊക്കെ മേ ബി പാർട്ട് നല്ലതാണ്, പക്ഷേ അതില്ലാത്തതുകൊണ്ടാണ് കുഴപ്പമുണ്ടായതെന്നുള്ള ചില ഇതിലും ഞാൻ പറയും ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇവർ പ്രസവിച്ച് പിറ്റേന്ന് തന്നെ ജോലിക്ക് പോകുന്നവരുണ്ട് അല്ലേ. അപ്പോൾ അതൊന്നും നമ്മൾ കാര്യമുണ്ട്. നമ്മൾ ഈ എണ്ണ തേച്ച് കുഴമ്പ് തേച്ച് മറ്റവിടെ പോയി കിടന്ന് ഇവിടെ അത് നല്ലതാ ഡോക്ടർ, അത് ശരിയായിരിക്കും, പക്ഷെ അതില്ലാത്തതുകൊണ്ട് ടെൻഷൻ അടിച്ച് നിങ്ങൾ നടക്കരുത്. ഇത് ഇറ്റ്സ് എ നോട്ട് എ തിങ് ദാറ്റ് യു ഷുഡ് ഡു. പക്ഷെ ഇത് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല, ചെയ്യാം. പക്ഷെ ഇതില്ലാത്തതുകൊണ്ട് അവൾക്ക് തേച്ച് കുളിപ്പിക്കാൻ പറ്റിയില്ല ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട് ഗ്രാൻഡ് മദർ വരും, അല്ലെങ്കിൽ വരും. ഞാൻ പറഞ്ഞു അത് പറ്റിയില്ലെങ്കിൽ പറ്റിയില്ല, അത്രേ ഉള്ളൂ. സൗകര്യമുള്ള പോലെ റിലാക്സ് ചെയ്ത് ഞാൻ 4th day ആബ്സ് ചെയ്തിട്ടുണ്ട്. അബ്ഡോമിനൽ എക്സസൈസസ്, നോർമൽ ഡെലിവറി 4ാമത്തെ ദിവസം ഡോക്ടർ ഹഫീസ് എന്നോട് പറഞ്ഞു, ഡു യുവർ ആബ്സ്. Absolutely nothing. Absolutely. I said, I can have the baby and walk off. He'll say, out, jump, go. I'll go shower. Within 2 hours, I'm back home. ആക്ച്വലി ഈ സ്ട്രെസ്സ് ഭയങ്കരമായിട്ടുണ്ടാകും മദർ, ന്യൂ മദേഴ്സ്, ദേ വിൽ ഹാവ് ലോട്ട്സ് ഓഫ് സ്ട്രെസ്. അപ്പം ദർ ഷുഡ് ബി സം സപ്പോർട്ട് സിസ്റ്റം. നമ്മളിപ്പം അവർക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഒരു സപ്പോർട്ട് സിസ്റ്റം ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഈവൻ വെൻ
ഇറ്റ്സ് ബെറ്റർ ടു അഡ്വൈസ്. അപ്പം അവർക്കും കുറച്ച് റെസ്റ്റ് വേണം തീർച്ചയായിട്ടും. ഇപ്പൊ കുട്ടികൾ കാര്യം അമ്മ കൈ ഇപ്പം ന്യൂക്ലിയർ ഫാമിലിയാണ് പലപ്പോഴും അവർക്ക്. പിന്നെ ഇതിനകത്ത് ഫുഡ് ഈ പറഞ്ഞ വേറെ ചില പ്രിപ്പറേഷൻസ് ലൈക്ക് ഈ ലേഹ്യം കഴിച്ചില്ല അല്ലെങ്കിൽ അരിഷ്ടം കഴിച്ചില്ല, അങ്ങനെയൊക്കെ ചിലർക്ക് പരാതിയായിട്ട് വരും. കാരണം ലേഹ്യം കഴിക്കാത്തതുകൊണ്ട് അവൾ അങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ അരിഷ്ടം കഴിച്ചില്ല. അപ്പോൾ അരിഷ്ടം കഴിക്കാൻ നല്ലതാണ്, അതിനകത്ത് നല്ല 40% ആൽക്കഹോൾ ഉണ്ട്. അല്ല പണ്ട് കൊടുക്കുമല്ലോ എന്തായിരുന്നു എന്തോ കൊടുക്കും, വുഡ്വേർഡ് അല്ല വേറെ എന്തോ പ്രഗ്നന്റ് ലേഡീസ് ഓൾസോ ദേ ഗിവ് സംതിങ്. That is a thing. അല്ല ഞാൻ പറഞ്ഞ ഈ അരിഷ്ടത്തിലോട് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം അല്ല ഭയങ്കര ഓയിലും അതും ഇതും ഒക്കെ ഇട്ടിട്ട് and we don't know what's in it. ലേഹ്യം അരിഷ്ടോ ലേഹ്യോ ആൽക്കഹോൾ ഉണ്ട്. ഇപ്പോഴും വി ആർ ഗെറ്റിംഗ് ഈ ആയുർവേദ ഷോപ്സിലൊക്കെ കഴിക്കുന്ന ബേബീസിനെ കൊണ്ടുവരാറുണ്ട്. കുഞ്ഞ് ഭയങ്കര വയറുവേദന, ഉറങ്ങാൻ പറ്റുന്നില്ല, വയറുവേദന, പിന്നെ മോഷൻ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പോയി മോഷൻ പോകുന്ന ആ ഏരിയ എല്ലാം സ്കിന്നൊക്കെ പോയിട്ട് അമ്മമാരോട് ഒരാഴ്ച ഒരു ദിവസം ഇന്ന് ഇപ്പം നിർത്തി കഴിഞ്ഞാൽ ഈ ഒരാഴ്ചയെ കൂടെ ആ ഒരു സിംറ്റം കുഞ്ഞിന്റെ ദേഹത്ത് കാണും. അല്ല പക്ഷെ അപ്പൊ എന്തിനാ കൊടുക്കുന്നത്? പാല് വരും, പക്ഷെ ബേബി വിൽ ബി ക്രൈങ് ഓൾ ദ നൈറ്റ്. ഡോക്ടേഴ്സ് പാല് വരണമെങ്കിൽ നമുക്ക് കഞ്ഞി, ഉലുവ, മുരിങ്ങയില, ആശാളി, തേങ്ങാപ്പാല് ഇതൊക്കെ ഇട്ടിട്ടാണ് ബേസിക്. ദെൻ യു ഹാവ് സ്മോൾ ഫിഷസ് and all that. അല്ലേ ചാള and all is very good, like high in omega. അതൊക്കെ അല്ലേ കൊടുക്കേണ്ടത്? ഇങ്ങനത്തെ പക്ഷേ ഇത് പഴയ ഓൾഡ് നമ്മുടെ പഴയ പണ്ടത്തെ ഈ പറഞ്ഞ പോലെ ലേഹ്യം കഴിക്കുന്ന പോലെ തന്നെ അരിഷ്ടം അതിന്റെ ഒരു പാർട്ടാണത്. പിന്നെ ഈ വയമ്പ് കൊടുക്കുന്ന ഒരു കഷ്ടമുണ്ട്. അപ്പൊ അത് സീഷേഴ്സ് ഉണ്ടാക്കാം. വയമ്പ് എന്ന് പറഞ്ഞാൽ തൊട്ട് കൊടുക്കുന്ന വരച്ചിട്ട് ഒരു ചെറിയൊരു പീസ് സംതിങ് ഒരമരുന്ന് അത് നമ്മള് വരച്ചിട്ട് അതിന്റെ നാക്കിൽ കുട്ടിയുടെ നാക്കിൽ തേച്ച് അല്ല ഫസ്റ്റ് ഇത് ബ്രസ്റ്റ് ഫീഡ് കൊടുക്കുന്നതിന് മുമ്പ് ഇത് കൊടുക്കണമെന്നാണ് പണ്ടത്തെ ഒരു ഇത്. പക്ഷെ അത് നിയോനേറ്റൽ സീഷേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. വെരി ഡിഫിക്കൽട്ട്. I think we should have a very detailed one more, I think a very this thing that I'm sure everybody will want to listen to it. It's like golden words. നിങ്ങൾക്കൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും, പക്ഷെ ആസ് പേരൻസ്, ഗ്രാൻഡ് പേരൻസ്, a lot of people don't have that. You have the technical information and all that. അതൊക്കെ ഉണ്ട്, അതപ്പോൾ ഗൂഗിൾ ചെയ്താലൊക്കെ ഉണ്ട്. ബട്ട് ആ ഒരു പ്രാക്ടിക്കൽ അപ്രോച്ചിൽ ഉണ്ടാവില്ല. ഐ തിങ്ക് എഴുതാത്ത കാര്യങ്ങൾ that is what people want to know. അല്ലേ, പാല് വരുന്നില്ല, വൈറ്റമിൻ ഡി എന്തായി, ചെറിയ ചെറിയ വാക്സിനേഷൻ എന്തിനാണ്, ആ ഒരു തന്നെ കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള never says Google for absolutely that is something which you have to say, doctor, because it's very very dangerous. അത് ഇപ്പൊ നമ്മള് 1000 ഇപ്പൊ ഒരു ഡിസീസിനെ പറ്റി കൊടുക്കുകയാണെങ്കിൽ അവരതിന്റെ ഒരു ഏതെങ്കിലും ഒരു എസൻസ് മാത്രം അവിടെ നിർത്തി കൊടുക്കും. ദാറ്റ് ഡസന്റ് സെർവ് എ പർപ്പസ്. ആ ഒരു ഫേമസ് പാട്ടുണ്ടല്ലോ, ഡോണ്ട് ഗൂഗിൾ യുവർ സിംപ്റ്റംസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് വെച്ചിട്ട് പേടിച്ചു വരുന്ന ആൾക്കാരുണ്ട്. ഞാൻ എല്ലാവരും അഡ്വൈസ് ചെയ്യും, ഇനി ഇത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇത് പോയി ഗൂഗിൾ ചെയ്യരുത്. ബിക്കോസ് യു വിൽ ഗെറ്റ് മോർ നെർവസ്, ബിക്കോസ് ദേ വിൽ സ്റ്റാർട്ട് thinking about the worst things first. And there is no vetting in on the social media, on internet or anything. Like if I want, I can also but enare pidichale prashanallo അല്ലെങ്കിൽ ഇടാലോ, അല്ല വലിയ പ്രശ്നം ഉണ്ടാവും. There are some things which like Google and all. ഈ club foot ആണെങ്കിൽ Google every search will tell that it is treatable, so they'll be happy. But all the conditions won't be the same when we search Google. പിന്നെ ഉള്ള സൈഡ് ഇഫക്ട്സ് ഒക്കെ മരുന്നിന്റെ വായിച്ചിട്ട് ഡോക്ടറെ ഇത് കൊടുത്താൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഞാൻ പറയും, നിങ്ങൾ പാരസ്റ്റമോൾ കഴിക്കുന്നില്ലേ? അപ്പൊ ഈ യൂഷ്വലി ഹൈപ്പർ ആക്ടിവിറ്റി അതിനൊക്കെ നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസ് ചിലപ്പം സൈക്കാട്രിയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ചില സ്ഥലത്ത് നമ്മളിപ്പം കൊച്ചിന് അക്കാഡമിക്സ് ഒക്കെ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. ഇപ്പം കൊച്ചിൻ ശ്രദ്ധയില്ലാതെ ഒന്നും എഴുതുന്നില്ല പേപ്പറിൽ, അപ്പൊ എന്തായാലും കൊച്ചിന് പഠിക്കണ്ടേ, അതിനുവേണ്ടി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അപ്പം ചോദിക്കും, ഡോക്ടറെ ഇത് കൊടുത്താൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഫ്യൂച്ചറിൽ? ഞാൻ പറഞ്ഞു, കൊടുത്തില്ലെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവുക, നിങ്ങളുടെ കുട്ടി സ്കൂളിൽ പ്രോഗ്രസ് ചെയ്യില്ല. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കുട്ടിക്ക്
ഹാമാണോ കൂടുതൽ അതേ നമുക്ക് ബെനിഫിറ്റ് ആണോ കൂടുതൽ. അപ്പം ബെനിഫിറ്റ് റേഷ്യോ അത് നമ്മൾ നോക്കിയിട്ട് വേണം എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ചോദിക്കും, പാരസ്റ്റമോൾ കൊടുത്താൽ നിങ്ങൾ ഒന്ന് പോയി ഗൂഗിളിൽ വായിച്ച് നോക്ക് എന്തൊക്കെ സൈഡ് ഇഫക്റ്റ് ആണുള്ളത്. അപ്പം എത്ര കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം അത് നിങ്ങൾ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. എപ്പോൾ ഫീവർ വന്നാലും എടുത്തങ്ങ് കൊടുക്കും, ഡോക്ടർ പറഞ്ഞില്ലെങ്കിലും എടുത്ത് കൊടുക്കും. അപ്പം അത് കൊടുക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ഇതെന്തുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല? സോ people are very worried about the side effects and all that when it comes to mental. ഈ നമ്മുടെ എന്തെങ്കിലും സൈക്യാട്രിക് മെഡിസിൻ ആണെങ്കിൽ, സൈക്യാട്രിക് മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ബ്രെയിൻ ഈസ് എ പാർട്ട് ഓഫ് നമ്മുടെ ബോഡി. ഈ ബ്രെയിനും നമ്മളെ ബാക്കി ഓർഗാൻസിനെ പോലെ സാധനമാണ്. അപ്പോൾ അതിനെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ് ചെയ്യണം. ഇപ്പോൾ ലങ്സിന് ഇപ്പം നമുക്ക് ഷുഗർ ഉണ്ടെന്ന് വെച്ചോ, അപ്പോൾ ഷുഗറിൽ ഇൻസുലിൻ സിക്രീറ്റ് ചെയ്യുന്നില്ല പാൻക്രിയാസ്. അപ്പം എല്ലാ ദിവസവും നമ്മൾ ഈ ഷുഗറിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ടല്ലോ, അത് പ്രശ്നമില്ല. പക്ഷേ ഈ ബ്രെയിനിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിനൊരു ഗുളിക കഴിക്കണമെങ്കിൽ അയ്യോ ഗുളിക കഴിക്കാൻ പാടില്ല, അത് മെൻ്റൽ ഡിസീസാണ്, സൈക്യാട്രിക് ആണ്, അത് ഇതും പറഞ്ഞിട്ട്. പക്ഷേ ദർ ഇസ് നത്തിങ്, നമ്മളുണ്ടാക്കിയ കാര്യങ്ങളാണ് ഇത്, സൈക്യാട്രിക് സ്റ്റിഗ്മ. അപ്പം ഇറ്റ് ഈസ് നോട്ട്. എവറി ബോഡീൻ്റെ ഒരു പാർട്ടാണ് ബ്രെയിൻ. അതേപോലെ ആസ് ലൈക്ക് എ ലങ് ഓർ ആസ് ലൈക്ക് എ കിഡ്നി. അപ്പോൾ അതിനെ അതേപോലെ ട്രീറ്റ് ചെയ്യണം. ബ്രെയിനിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതേപോലെ ട്രീറ്റ് ചെയ്യണം. അതാണ് ആൾക്കാർ മനസ്സിലാക്കാത്തത്. അപ്പോൾ അവർ അത് ട്രീറ്റ് ചെയ്യില്ല, ട്രീറ്റ്മെൻറ്റ് എടുക്കില്ല. നമ്മൾ എഴുതി കൊടുത്താൽ എടുക്കില്ല. അത് ഡോക്ടർ പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഐ തിങ്ക് ലോട്ട് ഓഫ് മെഡിസിൻസ് ആർ യൂസ്ഡ് ഫോർ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് ഡിസീസസ് ആൻഡ് ഓൾ ദാറ്റ്. വാട്ട് ഐ ബിലീവ് ഇൻ, ലൈക്ക് ഐ എം നൗ 53 years old. Yes, my husband's a doctor, we have a hospital. പക്ഷേ ദാറ്റ് ഡസൻറ്റ് മീൻ ദറ്റ് ഡോക്ടർ ഹഫീസ് ഇസ് ബിഹൈൻഡ് മീ പാമ്പറിങ് വിച്ച് ഡോക്ടർ ടു സീ ആൻഡ് ഓൾ ദാറ്റ്. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, സാധാരണ എനിക്കിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഡോക്ടറെ, ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലിലെ ഡോക്ടർ തന്നെയാണെങ്കിൽ തന്നെ 3-4 ആളുണ്ടെങ്കിൽ അതിൽ ചെക്ക് ഏത് ഡോക്ടറെ ഞാൻ കാണേണ്ടത്, ഹൂ മൈ ട്രസ്റ്റ് ദ മോസ്റ്റ്, അല്ലെങ്കിൽ എൻ്റെ ഡിസീസ് ആ ഡോക്ടറുടെ മാക്സിമം ഫോർട്ടേ ആയിരിക്കും. അത് ചെയ്ത് കൺവിൻസ് ആയിട്ട് ഐ വിൽ ഗോ ടു ദാറ്റ് ഡോക്ടർ. പോയി കഴിഞ്ഞാൽ ഡോക്ടറെ ഞാൻ കണ്ട് ഐ വിൽ ലിസൺ ടു വാട്ട് എവർ ദ ഡോക്ടർ സേസ്. See, I'm not going to question you or anything like that. And whatever medicine you give me, I'll take it. If there is any side effect or problem, then I'll get back. I'll say, doctor, this is not suiting me, this is not then. I think that should be it's not only in us or Sunrise, I think that should be universally done. അങ്ങനെയാണെങ്കിലേ ഡോക്ടേഴ്സ് ഈ ഡിഫെൻസീവ് പ്രാക്ടീസ് നിർത്തുള്ളൂ അല്ലേ? അതാണ്. So I think all of us should understand that in a good way. That is what I said. Bakiyulla, like a lot of people say a lot of things about everybody, but I think that's not it. Being a doctor is a very, very divine job, like being a teacher. That's what I said. Everybody, pazhe kaalam pole respectum snehum okka, it has to be there, alle, because the stress you take, like the baby for you, one fall child, you have an autistic child, doctor, all of you, everybody has got a different thing. I think we all, I especially kindly request everybody to just love all our doctors. Thank you very much, and hopefully we'll see you for another episode. Thank you. God bless.